ഞാൻ ജലിയയിലേക്ക് വന്നിട്ട് 3 വർഷമായി. ആദ്യത്തെ 2 വർഷം ജലിയ മെൻറ്ററായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പം അക്കാദമിക് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. നവാസിൻ്റെ കീഴിലുള്ള ജലിയ മദ്രസ ഫോക്കസ് ചെയ്യുന്നത് മദ്രസയിൽ തീരെ പോകാൻ പറ്റാത്തവർ, ഇതേപോലെ 8th-ലും 9th-ലൊക്കെ എത്തിയിട്ടുണ്ടാകും. അവർക്ക് മദ്രസ വിദ്യാഭ്യാസം അബ്രോഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും മദ്രസയിൽ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ചെറിയ ക്ലാസ്സുകളിലേക്ക് ഇരിക്കാൻ, മദ്രസയിൽ ചെറിയ ക്ലാസ്സുകളിലേക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായി വരും. അതേപോലെ തന്നെ ലേഡീസ് ആകുമ്പോൾ ഒന്നും കൂടെ മദ്രസ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, ഒന്നും കൂടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നവരുണ്ടാവും. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ജലിയ മദ്രസ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 വയസ്സ് മുതൽ മുകളിലോട്ട് ഏത് ഏജിലുള്ളവർക്കും ജോയിൻ ചെയ്യാം. ബോയ്സ് ആണെങ്കിൽ 16 വയസ്സിന് താഴെയുള്ളവരാണുള്ളത്. പിന്നെ ലേഡീസാണ് ബാക്കിയുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ അവരെ നമ്മൾ വിളിക്കും, അവരുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യും. ആ സമയത്ത് ആ പാരൻറ്റ് നമ്മളോട് പറഞ്ഞു, മിസ്സേ എൻ്റെ മോള് ഇതേപോലെ എന്താ പറയുക, വളരെ പഠിക്കാൻ പിന്നോക്കമാണ്, ഓരോ ക്ലാസ്സിൽ നിന്നും സ്കൂൾ ക്ലാസ്സുകളിൽ നിന്നും ഇങ്ങനെ ജയിപ്പിച്ച് വിടുന്നൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ മദ്രസയിൽ അവൾ പോയിട്ടില്ല. പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പഠിക്കാൻ പിന്നോക്കമായതുകൊണ്ട് ലെറ്റേഴ്സുകൾ തന്നെ ഓരോ ലെറ്ററിനും ഫതഹിട്ടാൽ എന്താണ് വായിക്കുക, അത് കിസ്റിട്ടാൽ ഏത് രീതിയിലാണ് വായിക്കുക എന്നറിയില്ല. അതേപോലെ ഖുർആൻ ഓതാനൊന്നും അറിയില്ല. അങ്ങനെ ജലിയയിലേക്ക് വന്ന് 2 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവർ പറയുന്ന ഫീഡ്ബാക്ക്, അത് ഒന്നും ഖുർആൻ എങ്ങനെയെങ്കിലും ഖുർആൻ ഓതി കേട്ടാൽ മതി എന്നുള്ളതായിരിക്കും ഇവരുടെ പാരൻറ്റിൻ്റെ ആഗ്രഹം. അങ്ങനെ അവർ ഖുർആൻ ഓതുന്നതും അതേപോലെ കറക്റ്റായിട്ട് എല്ലാ ദുആകളും എല്ലാം പാലിച്ചു കൊണ്ട് നിസ്കരിക്കുന്നതൊക്കെ കാണുമ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. നമ്മളിലേക്ക് 60 വയസ്സായ ഉമ്മമാർ വരാറുണ്ട്. അവർ മുന്നേ പഠിച്ചു പോയതാണ്. അവർക്ക് പിന്നെ വേറെ തന്നെ ഒരു ക്ലാസ് റൂമാണ് ക്രിയേറ്റ് ചെയ്യുക. ലേഡീസിന് വേറെ തന്നെ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിലാണ് അവരുണ്ടാകുക. അവരും ഇതേപോലെ തന്നെ ഖുർആനും മറ്റു കാര്യങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും വരുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള ഫിഖ്, അഖ്ലാഖ്, അഖീദ, തജ്വീദ്, താരീഖ്, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും 2 വർഷം കൊണ്ട് അവരിലേക്ക് കൊടുത്ത് അവരത് പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഒരുപാട് സന്തോഷം.